ഹായ്, ഓണം സ്പെഷ്യലിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു രസമാണ്. സാമ്പാർ പരിപ്പ് വേവിച്ചെടുത്തിട്ട് അത് വെച്ചാണ് ഞാനിന്ന് രസം ഉണ്ടാക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. വേവിച്ചെടുത്ത സാമ്പാർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ, തോല് കളഞ്ഞ വെളുത്തുള്ളി 1 പിടി, ജീരകം 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, കുരുമുളക് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പുളി ഒരു നാരങ്ങ വലുപ്പത്തിന്, പെരുങ്കായപ്പൊടി ഒരൽപ്പം, ഉണക്കമുളക് ആവശ്യത്തിന്, തക്കാളി 1, കടുക് 1/4 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനാദ്യം ഒരു മിക്സി ജാറിലേക്ക് 1 പിടി വെളുത്തുള്ളി ഇടുകയാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇപ്പം നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഞാൻ ആ സാമ്പാറിൻ്റെ പരിപ്പെന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഒരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് വെന്തതും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കലക്കി വെച്ചിരിക്കുകയാണ്. ചീനച്ചട്ടി ഒന്ന് ചൂടായതും നമുക്കതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാൻ പോവുകയാണ്. മല്ലിയില എടുത്തതിൻ്റെ ബാക്കി തണ്ട് വരുന്നില്ലേ, അതും കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാൻ പക്ഷേ അത് ചേർത്തിട്ടില്ല. ഇപ്പം നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പരിപ്പും വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ, അതിൽ ഞാൻ പരിപ്പ് പ്രത്യേകമാണ് വേവിച്ചെടുത്തിരുന്നത്. അതുപോലെ വേവിച്ച് വെച്ച പരിപ്പാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തോളൂ കേട്ടോ. രസം തിളപ്പിക്കരുത്, പതഞ്ഞ് വരുമ്പോഴേ ഇറക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റായി പോട്ടോ. ഈ സമയത്ത് എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമുക്കൊരല്പം പെരുങ്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പെരുങ്കായപ്പൊടിയുടെ മണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുത്തോളൂ. പിന്നെ അളവ് രസത്തിൽ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നിങ്ങൾക്ക് എരിവ് എങ്ങനെ വേണോ അതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 നുള്ളി ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. ഇപ്പം നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പരിപ്പ് രസം ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയില കൂടെ വിതറുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.